ഒരു വിശുദ്ധൻ്റെ രക്തസാക്ഷിത്വ ദിനം ജാതിമത ഭേദമന്യേ പ്രായപരിധിയില്ലാതെ പ്രണയിക്കുന്നവരുടെ ദിനമായി ആഘോഷിക്കപ്പെടുന്നതിന് ഒരുപാട് ഐതിഹ്യങ്ങളുണ്ട്. ലോകമെമ്പാടും ഫെബ്രുവരി 14 പ്രണയം കൈമാറുമ്പോൾ മറക്കാതെ കുറിക്കുന്ന ഒരു വാചകമാണ് എന്ന് നിന്റെ വാലന്റൈൻ. ഇതിൻ്റെ പിന്നിലും ചരിത്രം പറയുന്ന ഒരു കഥയുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ക്ലൗഡിയസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് തൻ്റെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വിവാഹം നിരോധിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കി. അവിവാഹിതർ വിവാഹിതരേക്കാൾ നല്ല പടയാളികളായിരിക്കുമെന്ന് വിശ്വസിച്ച അദ്ദേഹം യുവാക്കളെ വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. എന്നാൽ ഒരു പുരോഹിതനായിരുന്ന വിശുദ്ധ വാലന്റൈൻ ആകട്ടെ ഈ ഉത്തരവിനെ വെല്ലുവിളിക്കുകയും പ്രണയിച്ചിരുന്ന യുവതിയുവാക്കളെ രഹസ്യമായി വിവാഹം നടത്തിക്കൊടുക്കുകയും ചെയ്തിരുന്നു. ഒടുവിൽ ചക്രവർത്തി അത് കണ്ടുപിടിച്ചു. എന്നാൽ ആ ചെറുപ്പക്കാരനായ പുരോഹിതനിൽ ആകൃഷ്ടനായ ചക്രവർത്തി വധശിക്ഷയ്ക്ക് പകരം വിഗ്രഹാരാധനയ്ക്ക് അദ്ദേഹത്തെ നിർബന്ധിച്ചു. വാലന്റൈൻ ആകട്ടെ ക്രിസ്തു വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ചക്രവർത്തിയെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിച്ചു. ഇതിൽ കുപിതനായ ചക്രവർത്തി അദ്ദേഹത്തെ കാരാഗ്രഹത്തിൽ അടച്ചെങ്കിലും അവിടെ കാരാഗ്രഹ സൂക്ഷിപ്പുകാരനും അയാളുടെ അന്ധയായ മകളും വാലന്റൈൻ ആവശ്യമായ സന്ദേശങ്ങളും ഭക്ഷണവും എത്തിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ അവർ ക്രിസ്തുവിശ്വാസം സ്വീകരിക്കുകയും വിശുദ്ധൻ്റെ പ്രാർത്ഥനയിലൂടെ മകളുടെ കാഴ്ചയും തിരിച്ചു കിട്ടി. അത്ഭുതകരമായ നിരവധി രോഗശാന്തികളും ധർമ്മോപദേശങ്ങളും നൽകിയിരുന്ന വിശുദ്ധ വാലന്റൈനെ ഒടുവിൽ തലയെറുത്ത് കൊലപ്പെടുത്തി. വാലന്റൈൻ കൊല്ലപ്പെടുന്നതിൻ്റെ തലേന്ന് അവൾക്കൊരു സന്ദേശം എഴുതുകയും ഫ്രം യുവർ വാലന്റൈൻ എന്ന് ഒപ്പിടുകയും ചെയ്തു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇന്നും പ്രണയിക്കുന്നവർ മറക്കാതെ കൈമാറുന്ന ഈ വാചകത്തിലൂടെ വിശുദ്ധ വാലന്റൈൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം പ്രകടമാകുന്നു. ആമേൻ.